പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ സാബു പരുത്തിക്കുഴി. ബഹുമാനപ്പെട്ട MPD ഉദ്യോഗസ്ഥരോ അതിന് മുകളിൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ടാക്സി ഓട്ടോറിക്ഷ നിരത്തിലിറക്കി ഓടുന്നത് അതിൻ്റെ പെർമിറ്റ്, ടാക്സ്, ഇൻഷുറൻസ് പരിരക്ഷ എന്ന് വേണ്ട മീറ്റർ സീൽ എല്ലാ സംവിധാനങ്ങളും കൃത്യമായി MPD പറയുന്നത് പോലെ എല്ലാം കൃത്യമാക്കി ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് നമ്മൾ നിരത്തിലിറങ്ങി ഓടുന്നത്. അതുപോലെ തന്നെ ടാക്സി കാറുകളായാലും ഇത് തന്നെയാണ്. ഈ അടുത്ത കുറേ മാസങ്ങൾക്ക് മുമ്പ് ഈ റാപ്പിഡോ എന്ന് പറയുന്ന ഓൺലൈൻ രംഗത്തുകൂടി കുറേ ബൈക്കുകൾ, സ്വകാര്യ ബൈക്കുകൾ നിരത്തിലിറങ്ങുന്നുണ്ട്. അവർ നിരത്തിലിറങ്ങി ഓടുന്നുണ്ട്. അവർ ഈ സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിലേക്ക് ആളെ കൊണ്ടുവന്ന് ആക്കുന്നുണ്ട്, പൈസ വാങ്ങുന്നുണ്ട്. അതെന്തിനാണ്? സ്വകാര്യ വാഹനങ്ങൾ അവരുടെ സ്വന്തമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട 2 വീലറുകളാണ് അവർ ഇങ്ങനെ ട്രിപ്പ് അടിക്കുന്നത്. പക്ഷെ അത് പറ്റൂല. അതെങ്ങനെ പറ്റും? അവരും ജീവിക്കട്ടെ. അവർ ജീവിക്കണമെങ്കിൽ ടാക്സി നിരക്കിൽ ഇറങ്ങി അവർ ടാക്സ് കൊടുത്ത് പെർമിറ്റും കൊടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമ്മളെപ്പോലെ ഇറങ്ങി ഓടട്ടെ. അവരും ജീവിക്കണം. ജീവിക്കേണ്ടെന്ന് പറയുന്നതല്ല. 2 പേർക്ക് 2 നിയമങ്ങൾ ഇവിടെ വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇപ്പം നമ്മളെ ഈ ടാക്സി വാഹനങ്ങളെല്ലാം ഇപ്പോൾ ഓട്ടോറിക്ഷയെല്ലാം നമ്മൾ മാറ്റിയിട്ട് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം. നാളെ മുതൽ നമ്മളെ ഈ ഓട്ടോറിക്ഷകൾ സാധാരണ നിലയിലുള്ള ഓട്ടോറിക്ഷ ഉണ്ടല്ലോ, അതിൻ്റെ പേര് നമ്മൾ നാളെ മുതൽ ഒരു കാര്യം ചെയ്യുക. ഇതിനെല്ലാം ഓണേഴ്സ് ആക്കാം. ഓണേഴ്സ് ആക്കിയിട്ട് നമ്മൾ ഓടാം. 30 രൂപ എന്നുള്ളത് നമുക്കാണെങ്കിൽ 15 രൂപ വെച്ച് തന്നാൽ മതി. അത് ഇവിടെ ഉള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥർ സമ്മതിക്കൂല. അപ്പോൾ 2 നിയമം പാടില്ല. എല്ലാവരും ജീവിക്കണം. എല്ലാവർക്കും നിയമം ഒരുപോലെ തന്നെ ബാധകമാണ്. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും മേലധികാരികളുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ പുലർത്തണം. ശ്രദ്ധ പുലർത്തിയിട്ട് അവരും ജീവിക്കട്ടെ. അവരും ടാക്സി വാഹനം ഓടണ്ടെന്ന് പറയുന്നില്ല. എല്ലാവർക്കും നിയമം ഒരുപോലെ വരണം. അതുകൊണ്ട് ഈ വീഡിയോ ആരെങ്കിലും ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സ്നേഹത്തോടെ സാബു പരുത്തിക്കുഴി.